140 കോടി ഭാരതീയരുടെ ആഗ്രഹങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന ബജറ്റ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബജറ്റിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെ: 2047 ആകുമ്പോഴേക്കും വികസിത ഭാരതത്തിലേക്കുള്ള ചുവടുവയ്പ്, ഒപ്പം സമ്പദ് രംഗത്ത് ഭാരതത്തിന്റെ ആഗോള പങ്കിനെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ഉപാധി. വികസിത് ഭാരതത്തിലേക്കുള്ള ബജറ്റിനെ രാജ്യത്തെ വ്യാപാരി സമൂഹം സർവാത്മന സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ ഇങ്ങ് കേരളത്തിലെത്തുമ്പോൾ ബജറ്റ് നിരാശാജനകമെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം എന്താണ്? അതിവേഗ റെയിലും എയിംസും കിട്ടിയില്ല എന്ന് വിലപിക്കുന്നവർ ഈ പദ്ധതികൾക്ക് വേണ്ട എന്ത് മുന്നൊരുക്കമാണ് നടത്തിയത്? ഭരണപരമായ വീഴ്ച മറച്ചുവെക്കാൻ ബജറ്റിനെ തന്നെ തള്ളിക്കളയുന്ന നിലപാടല്ലേ എതിർക്കപ്പെടേണ്ടത്? 12.2 ലക്ഷം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കേരളവുമുണ്ടല്ലോ. കേരളം ഭാരതത്തിൽ തന്നെയല്ലേ എന്ന് വിലപിക്കുന്നവരോടാണ്: അതെ, കേരളം ഭാരതത്തിൽ തന്നെയാണ്.